வணக்கம் வியூவர்ஸ், வெல்கம் டு அண்ணன் தம்பி ரியாக்ட். இன்னைக்கு நம்ம என்ன பார்க்க போறோம்னா மம்முட்டி அண்ட் துல்கர் ஸ்பெஷல் கிராஸ் ஓவர் ஜோசப். அதுக்கு பேர் வந்து என்ன போட்டிருக்காங்கன்னா த கிங் அண்ட் த பிரின்ஸ் ரூலிங் மொனார்க்ஸ் அப்படின்னு சொல்லி போட்டிருக்கிறாங்க. ஸோ அது தமிழில் பார்க்கும்போதே வெறித்தனமாக இருக்குது. ஸோ என்ன இருக்குங்க, அது உள்ளே போய் பார்க்கலாம். அது பார்க்குறதுக்கு முன்னாடி இந்த சேனலுக்கு முதல்ல வரீங்க, நம்ம சப்ஸ்கிரைப் பண்ணி ஷேர் பண்ணி உங்களோட பேர் ஆதரவு, உங்களோட அன்பான ஆதரவு கொடுக்குமாறு தாழ்மையுடன் கேட்டுக்கிறேன். வாங்க வீடியோக்குள்ள போய் அதுக்கப்புறம் நிறையா பேசலாம். வெல்கம் டு அண்ணன் தம்பி ரியாக்ட். സൈമണച്ചോ, നമുക്ക് ആത്മക്കാരുടെ മണി അടിച്ചാലാ? ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല ജെയിംസ്. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല. താൻ ഈ ഡി കമ്പനിന്ന് കേട്ടിട്ടുണ്ടോ? ബഡാരാജെന്നും ചോട്ടാരാജെന്നും കേട്ടിട്ടുണ്ടോ? അതിലെ ചോട്ടാരാജനാണ് ഇവൻ. മുംബൈ അണ്ടർവേൾഡിൽ അയാൾക്കൊരു ഓമന പേരുണ്ട്, നമ്മുടെ ഗ്രേറ്റ് ഫാദറിന്റെ ഗ്രേറ്റ് സൺ, സൺ ഓഫ് ഷേർ, സിംഹകുട്ടി, the superstar of South Indian cinema. His name is Salman, Golden Salman. രാവണനായ അവനെ നേർക്കുനേർ ഇല്ലാതാക്കാൻ ഒരു മഹാ അവതാരം തന്നെ വേണ്ടിവരും. വർമ്മ ആരെ ഉദ്ദേശിക്കുന്നു? ദി മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് പോയിസണസ് സ്നേക്. ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാമെന്ന് പറഞ്ഞു. ആ കാണുന്ന കക്ഷി കുബേറിന് പോലും കടം കൊടുക്കാൻ ആസ്തിയുള്ള സുൽത്താനാണ്. നാട്ടിലെ മുഖ്യന്റെ പവറാണ്. ഇവൻ എന്ത് ചിന്തിക്കുമെന്നോ പ്രവർത്തിക്കുമെന്നോ പറയാൻ പറ്റും. മെരുങ്ങാൻ വിഷമമുള്ള ഇനമാണ്. മോനെ, ഗാലറിയിൽ നിന്ന് ഗോളടിക്കാൻ എളുപ്പമാണ്, കളി കാണാൻ. ശരിക്കും കളിക്കണമെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. ആദ്യം നീ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പഠിക്കും. നീയും തിരിച്ചറിഞ്ഞല്ലോ അല്ലേ? അവനെന്നും അവന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയ നടനാണ്. ഇത്രയും നാളായിട്ട് അവനെ വെച്ചൊരു പടം എടുക്കുന്നു ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ദുൽഖറിനെ വെച്ചിട്ട് ഞാൻ തനിയെ അഭിനയിച്ചു, അവൻ തനിയെ അഭിനയിക്കട്ടെ. മമ്മൂട്ടി റെക്കമെൻഡ് ചെയ്തേയില്ല. പക്ഷെ നമുക്ക് തെറ്റി. അവനപ്പോ അവിടെ നിന്നേ കളി തുടങ്ങി. അയാൾ പറഞ്ഞത് ശരിയാണ്. റിസ്ക് അതെന്റേത് മാത്രമാണ്. അവസാനമായി ഒന്നുകൂടെ ഞാൻ ആ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. താൻ ഈ സാത്താന്റെ പണി. ദുൽഖർ എന്ന് പറയുന്നത് അയാൾ മലയാള സിനിമയ്ക്ക് ഒരു വലിയ അസറ്റായി. അയാളെ ഇനി ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. മലയാള സിനിമയ്ക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സീറ്റ് അയാൾ ഉണ്ടാക്കിയെടുത്തത്. അത് വാപ്പയുടെ കെയർ ഓഫിലൊന്നും അല്ല. ദുൽഖർ എന്ന് പറഞ്ഞ് ഇപ്പോൾ എന്താ പറയുക, മലയാള സിനിമയുടെ ഒരു അസറ്റാണ്. കാരണം ആ ചെറുപ്പക്കാരൻ എത്ര റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇന്ത്യൻ ഭാഷയിലെല്ലാം വരികയാണ് ദുൽഖർ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. ഈ കേസ് നിർത്തിയെടുത്തെന്ന് പറഞ്ഞു. നിനക്ക് എന്താ വേണ്ടത്? നിന്റെ ഒക്കെ ടൈം കഴിഞ്ഞു. നീ പോയി വല്ല സെക്കൻഡ് പാർട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ട് വാ. അപ്പൊ നോക്കാം. കുമാറേ, അതങ്ങ് തീർക്കടാ. നമ്മളെല്ലാരും കാണാൻ കുറിച്ചൊരു സംഭവം ഇപ്പൊ നടക്കാൻ പോവാ. വെട്ടി കീഴട അവന്റെ കണക്ക് പുസ്തകം. കൊടിയേറി മക്കളെ, അങ്ങോട്ട് നോക്കടാ. എന്റെ ചെറുക്കനോടാ ഈ ഹാപ്പി നമുക്കൊന്ന് ഫെസ്റ്റിവൽ ആക്കണ്ടേ? എവർഗ്രീൻ ഹീറോ അല്ലേ അപ്പ? ഈ പൊളിക്കാവുമാർ ആളെ പറ്റിച്ചതിൽ അഹങ്കരിക്കണ്ട. ഓർമ്മയുണ്ടോ ദൈവത്തിന്റെ പേരിലൊരുത്തും തന്നെ പണി? മമ്മൂട്ടിയുടെ കാലം കഴിഞ്ഞു. തിയേറ്ററുകളിൽ ആളെ എത്തിക്കാൻ മമ്മൂട്ടിക്ക് സാധിക്കുന്നില്ല എന്ന രീതിയിലും സംസാരമുണ്ടായിരുന്നു കേരളത്തിൽ. ആ കേസ് ഞാൻ തീർപ്പാക്കിയതാണല്ലോ. നീയൊന്നും കാണാത്ത, നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് പൈലിച്ചേട്ടായ കോച്ചേരിക്കാർ പരതപ്പോ ലോ കോളേജിൽ നിന്ന് വന്ന മൈക്കിളിനെ. ചേട്ടായിയുടെ ശവമെടുപ്പ് കഴിഞ്ഞ് ആരോടും പറയാതെ അലിയെയും കൂട്ടി ഒറ്റ പോക്കായിരുന്നു കോച്ചേരി തറവാട്ടിൽ. നേരം വെളുക്കുന്നതിന് മുമ്പ് പൈലിച്ചേട്ടായിയെ തട്ടി രണ്ട് കോച്ചേരിക്കാർ പിള്ളേരുടെ തല കൊച്ചിക്കായലിൽ പൊട്ടി.
നെഫ്യൂസേ, ആൾക്ക് 3 വെച്ച് കിട്ടും. കോമ്പീറ്റ് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സിലൂടെയാന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കോമ്പീറ്റ് ചെയ്യുന്ന യങ്സ്റ്റേഴ്സിനോട് പറഞ്ഞാൽ അതിൽ ഏറ്റവും ചങ്ങായിട്ടുള്ളത് മമ്മൂക്കയായിരിക്കും. പണിയും കഴിഞ്ഞ് ചോരയെ കുളിച്ച് അപ്പന്റെ മുമ്പിൽ വന്നിരിക്കുന്ന മൈക്കിൾ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ടാ മനസ്സിലായി. ആ മൈക്കിളെ കണ്ടിരുന്നില്ലേ, നീയൊന്നും വായ ഉറപ്പില്ലായിരുന്നു. താനെന്തും വിചാരിച്ച അവന്റെ ഒരു രോമത്തെ പോലും തൊടാൻ പറ്റുമോ? അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. എന്റെ പിള്ളേരെ തൊട്ട് കളിക്കരുത്. കളിച്ചാൽ ഞാൻ കളി പഠിപ്പിക്കും. കളി പഠിപ്പിക്കണവനെ. ചങ്കൂറ്റുള്ളവരുണ്ടെങ്കിൽ വാഴ അടിച്ചോടിക്കണം. ഇനി നീ ചരച്ച അങ്ങ് സ്പേഷപ്പെട്ട് ഓങ്ങിച്ച കണക്കിറങ്ങി തീർക്കും. ഏത് പുണ്യാത്മാവിന്റെ മകനാണോ അവൻ? അവൻ നിൽക്കില്ല. അവൻ കരുതിക്കൂട്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന മകനാ. സാർ, കുറ്റപത്രം തയ്യാറായിട്ടുണ്ട്. അവനെ പൂട്ടണം സാറേ. ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദിച്ചിന് അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് ബിലാൽ ആദ്യം ഉണ്ടോ ഇല്ലേ എന്ന് ഒരു കോൺഫർമേഷൻ എനിക്ക് തന്നെ കിട്ടിയിട്ടില്ല. അവർ രണ്ടുപേരും എന്താ ചെയ്യാൻ പോകുന്ന അവർക്ക് അറിയാവുള്ളൂ. എവിടെയെങ്കിലൊക്കെ ഞാനിങ്ങനെ പിടിച്ചു കയറാൻ നോക്കും. സമ്മതിക്കൊന്നും അറിയില്ല. അവിടെ ഒറ്റക്ക് നിൽക്കണ്ട, പണി കിട്ടും. കൂടെ വന്ന് തടി കേടാതെ നോക്കാം. അയാൾ പറഞ്ഞത് ശരിയാണ്. ഇന്ന് വരെ ഒരു രാജരക്തവും ജയിലിൽ കിടന്നിട്ടില്ല. കുറുപ്പ് അയാൾക്കിനി സ്വസ്ഥമായ അരങ്ങൊഴിയാണ്. ഇനി അങ്ങോട്ട് അലക്സാണ്ടറിന്റെ കാര്യമാണ്. ആചാരപടിക്കുക ബെസ്റ്റ്. ഉറപ്പീനുള്ള പരിപ്പൂടെയും ചായ ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ பல ஏரியாக்கள்ல இருந்து பல விஷயங்களை கொண்டு வந்து ரொம்ப நாளைக்கு அப்புறம் ஒரு மாசான மேஷப் பார்த்த மாதிரி இருக்குது. அப்படி எங்கள் இடத்துலையுமே வந்துட்டு அந்த கண்ணு ரோமின் ஜோசப் சொல்ல தேவையில்ல. அவர் கதையை உருவாக்கி அவரே உள்ளே ஒரு விஷயத்தை கொண்டு வருவாப்புல. அதனால எங்கே அதாவது இதே மாதிரி இந்த ER நிவின் கூட இந்த மாதிரி தான் பண்ணுவாப்புல. எனக்கு இதில் வந்து பிடிச்ச ஒரு சீன் இருந்ததுன்னா, அந்த ஸ்டார்டிங்கில் வந்து துல்கர் அடிக்க வரும்போது மம்முட்டி வருவார் இல்லைங்களா, அந்த சீனில் வந்து எந்த அளவுக்கு மேட்ச் ஆக்சுவலாக அந்த ஒரு மொட்டை ஒருத்தரும் வந்தார் இல்லைங்களா, அது ஆக்சுவலாக வந்து மம்முட்டி படத்தோட சீனு, அது துல்கர் படத்தோட சீனே கிடையாது. எந்த அளவுக்கு அவங்க மேட்ச் பண்ணாங்கன்னா, அந்த ஃப்ரெஞ்ச் ஃப்ரைஸ் அந்த அவர் போட்டிருந்த ஷர்ட் கலர் என்னமோ பேக் ஷாட்டில் வந்து துல்கர் படத்தோட சீன் காட்டுறாங்க, அதில் நிற்கிறவன் அதே ஷர்ட் கலர் போட்டிருக்கான். அந்த அளவுக்கு வந்துட்டு அது மேட்ச் ஆகிருக்குன்றது அது வேறு லெவலில் ஒரு சீனாக இருந்தது. அதை இப்போ தெரியாதவங்க பார்த்தாங்க அப்படின்னா அது துல்கர் படத்தோட சீனு மம்முட்டி படத்தை வந்து உள்ள சொல்கிறாங்க. நம்ம இதை ஒரு மேஷப் அப்படின்னு பார்க்காம ஏதோ ஒரு கதை போல இருக்கு அப்படின்னு பார்த்தோம்னா எல்லா சீனுமே ஒத்து போகிற மாதிரி தான் இருக்கும். சில விஷயம் பார்த்து வேறு லெவலில் பண்ணியிருக்காங்க. அது என்ன சொல்கிறது, நம்ம வடிவேல் ஐயா ஒரு படத்தில் சொல்லுவாங்க, அதில் யார் வில்ல, ஓ வரேன் இதில் யார் அந்த போட அப்படின்ற மாதிரி
சிறப்பாக வந்துட்டு பண்ணி பண்ணியிருக்காங்க வச்சிருக்காரு. அப்படின்னு So, வேற லெவலில் இருக்கு. எங்களுக்கு ரொம்ப பிடிச்சிருக்கு. கண்டிப்பாக உங்களுக்கும் பிடிச்சிருக்கு நாங்கள் நம்புறோம். பிடிச்சிருந்தா லைக் பண்ணுங்க, ஷேர் பண்ணுங்க, மறக்காம கமெண்ட் பண்ணி உங்களோட பதிவு பண்ணி அதே மாதிரி சப்ஸ்கிரைப் பண்ணி பக்கத்துக்கு பெல் ஐக்கானையும் கிளிக் பண்ணி அப்போ தான் மணி அவசரம் கடன் உடனடியாக வந்துச்சு. அதே மாதிரி லைக் பட்டன் இருக்குது, அதை கிளிக் பண்ணி எங்களை சப்போர்ட் பண்ணுங்க. சோஷியல் மீடியா லிங்க் இருக்குது, எங்களோட சோஷியல் மீடியா லிங்க் இருக்குது, எல்லாத்தையும் கிளிக் பண்ணி ஒன்றா பயணிங்க. நாங்கள் இதே மாதிரி ஒரு வேற ஒரு சந்திக்க வரைக்கும் பாய். நன்றி, மீண்டும் சந்திப்போம்.